പത്തനംതിട്ടയുടെ ഹൃദയഭാഗത്തേക്ക് സ്വാഗതം. ഞങ്ങളൊരു ബോർഡ് കണ്ടു കാണും. ടൗൺ സ്ക്വയറിന്റെ പത്തനംതിട്ട നഗരസഭയുടെ ഒരു നന്മയുള്ള പദ്ധതിയാണ്. ആ പദ്ധതിയുടെ പ്രത്യേകത നമുക്കറിയാം, ഇതൊരു ഓപ്പൺ സ്റ്റേജും അതിന്റെ പദ്ധതികളും എല്ലാം കൂടെ ചേർന്നുകൊണ്ടിട്ടുള്ള ഒരു വലിയ സംവിധാനമാണ് പത്തനംതിട്ട നഗരസഭയ്ക്ക്. അമൃതമിത്ര എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ് എന്നാണ് ഇവർ പറയുന്നത്. അതിൽ 4 പേരാണ് ഈ ടൗണിലെ വീതികളിലെല്ലാം അവര് ചെടികൾ വെച്ചിട്ടുണ്ട്. ആ ചെടികളുടെ എല്ലാം സംരക്ഷണം ഇവരാണ് ചെയ്യുന്നത്. അമൃതമിത്ര എന്നാണ് അതിന് പദ്ധതിക്ക് പേര് പറയുന്നത്. എന്തായാലും പത്തനംതിട്ടയെ സംബന്ധിച്ച് വളരെ രസാവഹമായ രീതിയിൽ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വലിയ സംഭവമായിട്ട് ഇത് മാറി. പക്ഷെ പത്തനംതിട്ടയിൽ ആർക്കും ചിലപ്പോൾ ഇത് അറിയുന്നില്ല എന്ന് വരാം. കെ നായർ സാറിന്റെ ഒരു സ്റ്റാച്യു അതെല്ലാം വെച്ചുകൊണ്ടാണ് ഇതിന് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. എന്തായാലും പത്തനംതിട്ടയിൽ എത്തുമ്പോൾ അവാൻ ജംഗ്ഷനിൽ എത്തുമ്പോൾ ഇത് ഏറ്റവും നല്ല ഒരു കാഴ്ചയ്ക്കുള്ള നല്ലൊരു പദ്ധതിയാണ്. ഇവിടെ വരുന്ന ആളുകൾക്ക് വിശ്രമിക്കാനുള്ള ബെഞ്ചും അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ മെയിൻ റോഡിൽ നിന്ന് തന്നെ അവാൻ ജംഗ്ഷനിലെ സിഗ്നലിനോട് ചേർന്നാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇത് ഇത്ര കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഇതിന് എത്ര രസാവഹമായ രീതിയിലാണ് ടൗൺ സ്ക്വയർ എന്നുള്ള രീതിയിൽ ഓപ്പൺ സ്റ്റേജ് ഉണ്ട് ഇവിടെ. അതിനോടൊപ്പം ഒരു വിഷ്വൽ ചെയ്യുന്നതിന് വേണ്ടി നമുക്കറിയാം, വിഷ്വൽ ചെയ്യാൻ വേണ്ടി അതിനും ഒരു സ്ക്രീൻ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അവസ്ഥയായിരുന്നു. ട്രോളുകളിൽ മാത്രം നിറഞ്ഞു നിന്നിരുന്ന ഈ സാമൂഹിക ഇടത്തെ ഒരിക്കലും ആർക്കും രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു പൊതുവായിട്ടുള്ള അഭിപ്രായം. എന്നാൽ ഈ ഭരണസമിതി അധികാരം ഏറ്റെടുത്തതിന് ശേഷം നടത്തിയിട്ടുള്ള ശക്തമായ ഇടതടവില്ലാത്ത നിരന്തരമായ പരിശ്രമത്തിന് പിന്നിൽ കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ബസ് സ്റ്റാൻഡുകളിൽ ഒന്നായി അതിനെ മാറ്റാൻ കഴിഞ്ഞു. അബാൻ മേൽപ്പാലത്തിൻ്റെയും കൂടി പണി പൂർത്തീകരിക്കുന്നതോടെ പത്തനംതിട്ട നഗരത്തിലെ ഏറ്റവും വലിയ വ്യാപാര കേന്ദ്രമായി സാമൂഹികമായി പത്തനംതിട്ട നഗരസഭയുടെ സ്വന്തം ബസ് സ്റ്റാൻഡ് മാറുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നമുക്കറിയാം, കണ്ടില്ലേ, ഇവിടെ തൂണുകൾ ഇങ്ങനെ വാർത്തുകൊണ്ടിരിക്കുകയാണ്. ഫ്ലൈ ഓവറിന്റെ സിസ്റ്റം അത് വലിയ താമസമില്ലാതെ ഇവിടെ രൂപീകൃതമാവും. അപ്പൊ കെ എസ് ആർ ടി സിയുടെയും അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഇടയ്ക്കായിട്ട് അവാൻ ജംഗ്ഷനിലാണ് ഈ ഒരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു വലിയ കാഴ്ച ഇത് നമുക്കൊന്ന് കാണണം. അത് നല്ല രസാവഹമായ ഒരു കാഴ്ചയാണ്. ഇവിടെ 2 പേര് ഇതിനെ സംബന്ധിച്ച് പരിപാലിക്കുന്നുണ്ട്. അപ്പൊ ആ പരിപാലനം തന്നെ ഒരുപാട് ആളുകൾ ഇപ്പൊ ഇതിലൂടെ കയറി പോകുന്നുണ്ട്. തിയേറ്ററിന്റെ ഇതിലൂടെ വരുന്നവരൊക്കെ കെ എസ് ആർ ടി സിയിലൂടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലോട്ടൊക്കെ പോകാനായിട്ട് ഇവിടെയൊക്കെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇവര് ഡെയിലി 4 പേര് പത്തനംതിട്ടയിലെ മുഴുവൻ സ്ഥലവും, കാരണം ഈ പത്തനംതിട്ട ടൗണിലുള്ള ഒരുപാട് ചെടികളും ഒക്കെ ഇവർ സംരക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇവരുടെ ഈ പരിപാലനം. നല്ല രസകരമായ ഒരു സ്ഥിതിയാണ് ഉള്ളത്. അപ്പൊ ഇവര് അമൃതമിത്ര ആ ഒരു പദ്ധതിയുടെ ആളുകളാണ് ഇവര്. ഒരു ചെടിയൊക്കെ നല്ല രീതിയിൽ പരിപാലിച്ചുകൊണ്ട്. ചേച്ചി, ഇത് ഈ ഒരു പദ്ധതിയെ സംബന്ധിച്ചൊന്ന് പറഞ്ഞിട്ട്, അമൃതമിത്ര എന്ന് പറയുന്ന പദ്ധതി എന്താണെന്ന് പറഞ്ഞിട്ട് നിങ്ങള് ബ്യൂട്ടിഫിക്കേഷന് ആൻഡ് പാർക്ക് പരിപാലനം. ഞങ്ങൾ 4 പേരുണ്ട്, കുടുംബശ്രീ പ്രവർത്തകരാണ്. കുടുംബശ്രീയിൽ നിന്ന് ഞങ്ങൾ തെരഞ്ഞെടുത്ത 4 പേരാണ് ഇതിപ്പോ പരിപാലിച്ചു പോയത്. ടൗൺ മൊത്തത്തിലുള്ളതുണ്ട്. മുനിസിപ്പാലിറ്റിയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. മുനിസിപ്പാലിറ്റി. ഇത് പദ്ധതിയൊക്കെ ഏത് സർക്കാരാ ചെയ്യുന്നതെന്നുള്ള പറഞ്ഞേ. അമൃതമിത്ര എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയാണത്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണെന്ന് അവർ പറയുന്നത് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് സാലറി ഒക്കെ തരുന്നത് നഗരസഭയാണ് തരുന്നത്. അപ്പൊ എത്ര പേരാ നിങ്ങൾ ജോലി ചെയ്യുന്നത്? 4 പേര്. അത് എല്ലാ സ്ഥലത്തും ഉണ്ട് ടൗണില്. കുമ്പഴ മുതല് ടൗൺ ഫുള്ള്. കുമ്പഴ മുതൽ ടൗൺ ഫുള്ളായിട്ട് അവിടെ എല്ലാം ഈ പൂച്ചെടികൾ എല്ലാം വെച്ച് അതിന് നമ്മുടെ നഗരസഭ സ്ഥാപിച്ചതാണ്. ഈ പദ്ധതി വന്നപ്പോ അതിനോട് ഉൾപ്പെടുത്തി ഇപ്പൊ നമ്മുടെ പാർക്കിൽ കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ആളുകൾക്കൊക്കെ നല്ല അഭിപ്രായമല്ലേ ഇവിടെ വരുന്നുണ്ട്? ഇവിടെ വരുന്നവർക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ? അതെ അതെ അതെ. എല്ലാവർക്കും ഒരു മനസ്സിന് സുഖം, അതുപോലെ തന്നെ ആളുകൾക്ക് ഇരിക്കാനും ഒക്കെ ഉള്ള ഒരു സൗകര്യമുണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. വൈകുന്നേരം എന്നല്ല, ഒരു 11 മണി മുതൽ ഇവിടെ ആണ്. അപ്പൊ നമുക്കിവിടെ ചായ, കാപ്പി അങ്ങനെയൊക്കെ ഉള്ള സംവിധാനങ്ങളും കഫേ വരുന്നുണ്ട്. അപ്പൊ ആര് വന്നാലും ഇവിടെ ഇരിക്കുന്നതിനോ പോകുന്നതിനൊന്നും പ്രശ്നം. അപ്പൊ നമ്മൾ കേട്ടല്ലോ, ഇതാണ് പത്തനംതിട്ട ടൗണില് എത്രയും നല്ല ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയെടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു ഇതാണ്. ഇപ്പൊ പത്തനംതിട്ട ജില്ലയിലുള്ള ആളുകൾക്ക്
സത്യത്തിൽ ചിലപ്പോൾ ഇത് അറിയത്തില്ല എന്നുള്ളൊരു സാഹചര്യം കാണും. പക്ഷെ അതല്ല, ഇവിടെ എത്തണം. ഓരോ ദിവസമുള്ള ഓരോ മാറ്റങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ വരുമ്പോൾ മാത്രമേ നമുക്കത് അറിയുള്ളൂ. ഈ സഹ്യന്റെ മടിത്തട്ടിലേക്ക്, പത്തനംതിട്ടയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് വിളിച്ചു ഓതിക്കൊണ്ടാണ് ഇവിടെ ഒരു വിഷ്വല് പൊക്കൊണ്ടിരിക്കുന്നത്. വൈകിട്ടത്തെ ഈ സമയത്ത് നല്ല സൂര്യനെ ഇറങ്ങുന്ന ആ ഒരു വേളയിലാണ് ഇത് ചിത്രീകരിക്കാൻ കഴിഞ്ഞത്. ഇവിടെ ഫ്ലൈ ഓവറും ഒക്കെ വന്നു കഴിയുന്നവരുടെ നല്ല രസാവകമായ ഒരു സ്ഥലം തന്നെയാകും. നല്ല ഒരു പത്തനംതിട്ട ആസ്വദിക്കുവാൻ എല്ലാവർക്കും വരാം. ഇവിടെ വന്ന് നമുക്ക് ഇവിടെ ഇരിക്കാം. എല്ലാവർക്കും സന്തോഷത്തോടെ ഇവിടെ ആസ്വദിക്കാം. ചെടികളും ഒക്കെ വെച്ച് പരിപാലിച്ച് പദ്ധതികളെല്ലാം രസാവകമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റിസ് എം ഫാത്തിമ ബീവി മെമ്മോറിയൽ ഗേറ്റ് എന്നാണ് ഇതിന്റെ പേര് തന്നെ ഇട്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ ഫാത്തിമ ബീവി എന്ന് പറയുന്ന ജസ്റ്റിസ് ആരാണെന്ന് സുപ്രീം കോടതിയുടെ ആദ്യത്തെ ജഡ്ജിയായിട്ട്, വനിതാ ജഡ്ജിയായിട്ട് വന്ന ഒരു വ്യക്തിത്വമാണ്. പത്തനംതിട്ട സ്വദേശിയാണ്. ഈ അടുത്ത സമയങ്ങളിലാണ് ഈ ജസ്റ്റിസ് നമ്മളെ വിട്ടുപിരിയുന്നത്. എന്തായാലും ടൗണിനെ സംബന്ധിച്ചൊരു വലിയ സംഭവം തന്നെയാണിത്. ഇവിടെ എല്ലാം ചെടികളൊക്കെ വെച്ച് നല്ല വൃത്തിയാക്കിയിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്.